ചിറങ്ങര അടിപ്പാത നിർമ്മാണം വീണ്ടും വിവാദക്കുരുക്കിൽ. ബേസ്മെന്റ് കോൺക്രീറ്റിംഗിനായി ആഴ്ചകളെടുത്ത് കെട്ടിയ കമ്പികളെല്ലാം കഴിഞ്ഞ ദിവസം അഴിച്ചുമാറ്റി. കമ്പികൾ പാകിയത് അശാസ്ത്രീയമാണെന്ന എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് കെട്ടിയ കമ്പികൾ അഴിച്ചത്. രൂക്ഷമായ ഗതാഗതക്കുരുക്കിനെ തുടർന്ന് യാത്രക്കാർ ദുരിതത്തിലും. ചിറങ്ങരയിലെ അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി അങ്കമാലി ഭാഗത്തേക്കുള്ള റോഡിലെ ബേസ്മെന്റ് പ്രവൃത്തികളാണ് പൊളിപ്പിച്ചത്. തൃശൂർ ഭാഗത്തേക്കുള്ള മറുഭാഗം റോഡിൽ നേരത്തെ കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കിയിരുന്നു. തുടർന്നാണ് അങ്കമാലി ഭാഗത്തേക്കുള്ള റോഡിൽ പ്രവൃത്തികൾ ആരംഭിച്ചത്. ആഴ്ചകളെടുത്താണ് ഇവിടെ ഇരുമ്പ് കമ്പികൾ പാകുന്ന പ്രവൃത്തികൾ പൂർത്തീകരിച്ചത്. ഈ സമയത്തൊന്നും പ്രവൃത്തികൾ പരിശോധിക്കാനോ ആവശ്യമായ നിർദ്ദേശം കൊടുക്കാനോ എഞ്ചിനീയറിംഗ് സംഘം എത്തിയിരുന്നില്ല. തൊഴിലാളികൾ അവരുടെ യുക്തിക്കനുസരിച്ചാണ് പ്രവൃത്തികൾ നടത്തിയെന്നാണ് ആക്ഷേപമുയരുന്നത്. കഴിഞ്ഞ ദിവസമാണ് എഞ്ചിനീയറിംഗ് സംഘം സ്ഥലത്തെത്തിയത്. അപ്പോഴാണ് നിർമ്മാണത്തിലെ അപാകത ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്നാണ് കമ്പികൾ അഴിച്ചുമാറ്റാൻ നിർദ്ദേശം നൽകിയത്. ഈ സാഹചര്യത്തിൽ മറുഭാഗത്ത് നടത്തിയ കോൺക്രീറ്റിംഗിലും അപാകത വന്നിട്ടുണ്ടോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. നിർമ്മാണത്തിലിരിക്കുന്ന അടിപ്പാതയ്ക്ക് സമീപത്തെ ക്ഷേത്രകുളത്തിനരികിൽ സംരക്ഷണ ഭിത്തി ഒരുക്കിയിട്ടില്ല. കുളത്തിന് സംരക്ഷണ ഭിത്തി കെട്ടി സർവീസ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചതിനു ശേഷമേ അടിപ്പാത നിർമ്മാണം തുടങ്ങാവൂ എന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ ഇതുവരെയും സംരക്ഷണ ഭിത്തി ഒരുക്കിയിട്ടില്ല. ദേശീയപാതയിലൂടെ പോകുന്ന വാഹനങ്ങൾ അല്പമൊന്ന് തെന്നിമാറിയാൽ ക്ഷേത്രകുളത്തിലേക്കായിരിക്കും ചെന്നു പതിക്കുക. സർവീസ് റോഡുകൾക്ക് സമീപം കാനകൾക്ക് മുകളിൽ സ്ഥാപിച്ച സ്ലാബുകൾ വാഹനങ്ങൾ കയറിയതോടെ പല ഭാഗത്തും ഒടിഞ്ഞു വീണിരുന്നു. ഇരുചക്ര വാഹനങ്ങൾ വരെ സ്ലാബ് ഒടിഞ്ഞ് കാനയിൽ വീണു. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് സ്ലാബുകൾ മാറ്റി സ്ഥാപിക്കുകയും ചെയ്തു. ഇതിനിടെയാണ് അടിപ്പാതയിലെ കോൺക്രീറ്റിംഗിൽ അപാകത സംഭവിച്ചത്. MP, MLA എന്നിവർ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി.